ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വന്ദരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, ബഹുമാന്യരായ പ്രവാസി സാരഥികൾ, പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ, ഇത് വലിയൊരു വേദിയാണ്, വളരെ പ്രധാനപ്പെട്ട. സാധാരണ വേദികളെ അപേക്ഷിച്ച് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്നാമതായി, പ്രവാസ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലെയും ആളുകൾ ഇവിടെയുണ്ട്. UAE-ക്കാർ സ്റ്റേ നിറച്ചുണ്ട്, മറ്റ് പലരും ചെയ്തിലും പുറത്തുമുണ്ട്. ഖത്തറുകാർ ഇവിടെയുണ്ട്, ബഹ്റൈനിക്കാരുണ്ട്, കുവൈറ്റുകാരുണ്ട്, ഒമാനുകാരുണ്ട്, അങ്ങനെ പലയിടത്തുള്ള ആളുകളും ഇവിടെയുണ്ട്. അവർ ഒരു സാധാരണ പ്രവാസി പ്രവർത്തകനായിട്ട് കണ്ടാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ മർക്കസിൻ്റെ ജീവനാഡികളാണ്. മർക്കസിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന സഹകാരികൾ പ്രവാസികളാണ്. ഇവിടെ കാണുന്ന ഈ സമുച്ചയം മർക്കസ്, അതിൻ്റെ ഓരോ തരി മണ്ണിലും, ഓരോ ഇഷ്ടികയിലും, ഓരോ മരക്കഷ്ണങ്ങളിലും മർക്കസിൻ്റെ സഹകാരികളായ പ്രവാസി സുഹൃത്തുക്കളുടെ വിയർപ്പുണ്ട്. അതിൻ്റെ എല്ലാം പുറമേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ, ശരീഅത്ത് കോളേജിലുള്ളവരായെങ്കിലും, യതീംഖാനയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ ഹിഫ്ദിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, ദഅവയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, അവരെല്ലാം ജീവൻ മർക്കസിന് സഹായികളായ പ്രവാസികളാണ്. കാരണം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഭക്ഷണങ്ങളും മറ്റുമൊക്കെ പ്രവാസികളടക്കമുള്ള ആളുകളുടെ സഖാഫുൽ മുഖേന വരുന്ന കാശുകളാണ്. അത് വലിയ സംഖ്യ. കുറച്ച് ഓരോരുത്തരെ പറ്റി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ഒരാൾക്ക് ഒരു കൊല്ലത്ത് 25,000 രൂപ കൊടുക്കുക നിർമ്മല വിഷയമല്ലെങ്കിലും എല്ലാം കൂടി നോക്കുമ്പോൾ കോടികളാണ്. അതുകൊണ്ട് തന്നെ മർക്കസിന് ഈ കൂടിയ ആളുകളോട് അളവറ്റ കടപ്പാടുകളുണ്ട്. മർക്കസിൻ്റെ ഒരു പ്രതിനിധി നിലയ്ക്ക് ആ കടപ്പാടുകളും നന്ദിയും ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും എല്ലാ രംഗത്തും എല്ലാ ആളുകളും പൂർവോപരി സഹകരിക്കുകയും സഹായിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന വരും, ഇൻഷാ അല്ലാഹ്, നമുക്ക് ഉപദേശിക്കുവാനും പ്രാർത്ഥിക്കാനും. നമുക്ക് ഇന്ന് ഇവിടെയുള്ള ഞങ്ങളുടെയൊക്കെ പ്രസംഗമല്ല ഇവിടെ ആവശ്യം. ഇവിടെ ഇന്ന് ആവശ്യം നമ്മൾ വിളിച്ചു വരുത്തിയ അതിഥികളായ പ്രവാസി പ്രതിനിധികളുടെ സംസാരമാണ്. അവർക്ക് പറയേണ്ടതൊക്കെ പറയാൻ കഴിയണം, അവർക്ക് നിർദ്ദേശിക്കേണ്ടതൊക്കെ നിർദ്ദേശിക്കാൻ കഴിയണം, അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ രേഖപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കാതെ ഈ വേദി പ്രവാസി പ്രതിനിധികൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. വേണമെങ്കിൽ അവസരം പോലെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് മാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന വചനം കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.